ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഫോൺ ചൂടാവാണ്ടിരിക്കാനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഫോൺ ചൂടാവുന്ന മെയിൻലി ഗെയിം കളിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ ഗെയിം കളിക്കുമ്പോഴേക്കും ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവുക. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ഹീറ്റ് ആവും, പക്ഷെ ലോങ് ആയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എന്താ ഐറ്റം എന്ന് നോക്കിയല്ലോ നമുക്ക്. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റം, സ്പിൻബോട്ടിന്റെ മൊബൈൽ കൂളർ. ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. ഞാൻ ഏകദേശം കുറേ പേരോട് റിഫറൻസ് ഒക്കെ ചോദിച്ചു, ഗെയിം കളിക്കുന്ന എല്ലാവരോടും ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ നല്ല റേറ്റിംഗും ഉണ്ട്. ഇപ്പം എല്ലാവരും യൂസ് ചെയ്തതിനൊക്കെ നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മെയിൻലി എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. നല്ല അടിപൊളി ബോക്സിങ്ങിന്റെ കളറൊക്കെ സൂപ്പറാണ്. ഗ്രീനും ബ്ലാക്ക് ഒക്കെ ആയിട്ട് നല്ല അട്രാക്റ്റീവ് കളറൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 4 മാസത്തെ വാറന്റി ഉണ്ട്, കുഴപ്പമില്ല തോന്നുന്നു. കാരണം യൂസ് ചെയ്തതൊക്കെ നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെ സാധനമൊക്കെ എങ്ങനെയാണ്, അടിപൊളിയാണ്, ഈ പറഞ്ഞ അഭിപ്രായമൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. മൊബൈൽ കൂളർ ഓർഡർ ചെയ്തപ്പോൾ തന്നെ സ്പിൻബോട്ടിന്റെ ഒരു കോംബോ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതുങ്ങളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താ നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് 2 സാധനമൊക്കെ വരുന്നുണ്ട്. ഗെയിം കളിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മൊബൈൽ കൂളർ എന്താ നോക്കാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അകത്ത് വരുന്നൊരു ബോക്സ്. നല്ല ബോക്സ് ആണ്, നല്ല പാക്കിംഗ് ഒക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്, ഡാമേജ് ഒന്നും വരാത്ത പോലെ. ഇതാണ് നമ്മുടെ ആ കൂളർ. ക്യൂട്ടാണ്, കുഞ്ഞതാണ്, വെയിറ്റ്ലെസ് ആണ്. ഇതാ വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. ഫോണിന്റെ സൈസിനനുസരിച്ചിട്ട് 1 സൈഡേ പറ്റത്തുള്ളൂ. വേഗം എല്ലാ സൈഡും കയറി വലിച്ചാൽ പൊട്ടിച്ചു. നല്ല തണുപ്പൊക്കെ ആവുന്ന ഈ സൈഡാ. നല്ല കൂളിംഗ് ഇതുണ്ട്. ബാക്കിൽ ഫാനാ വരുന്നത്. ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ, ഓൺ ആക്കാനും. സൈഡ് ചാർജ് ചെയ്യാൻ, ഇത് ചാർജ് ചെയ്യണം. ഇത് എന്തിനാന്ന് അറിയത്തില്ല കേട്ടോ, ഇത് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞ് എടുത്ത് വെക്കാനൊക്കെ അവർ കറക്റ്റ് ആയിട്ട് ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് മിസ്സാക്കാണ്ട് കറക്റ്റ് ആയിട്ട് വെച്ച് നന്നായി യൂസ് ചെയ്യുന്നവർക്ക് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുത്തി വെക്കാം അതിന്റെ യൂസ് എങ്ങനെയാണ്, ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്നല്ല നമുക്ക് നോക്കി വെക്കാം. ഇതിപ്പോ സി ടൈപ്പ് ഏത് വേണമെങ്കിലും കുത്താം. എൻ്റെ കയ്യിലുള്ള സി ടൈപ്പ് ചാർജറാണ്. എന്തെങ്കിലും ഇങ്ങനത്തെ പ്ലഗ് കുത്താനുള്ള പ്ലഗ് ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ചാർജറിലാണ് കുത്തിയിരിക്കുന്നത്. നമുക്കത് എങ്ങനെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്ലഗ് ഒക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പവർ ബട്ടൺ ഒന്ന് ഇതിൽ ഓൺ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാവും അറിയത്തില്ല. ഫാന് കറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കളറും വരുന്നുണ്ട്. ഒട്ടും പിന്നെ സൗണ്ട് ഇല്ല. ഒരു ഫാന് കറങ്ങുന്നുണ്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞറിയിക്കണം. പിന്നെ ഇങ്ങോട്ട് പുറത്തേക്കും കാറ്റൊന്നും വരുന്നില്ല, സൗണ്ടും ഇല്ല, അതുപോലെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു എന്തോ ഒരു ചെറിയൊരു നമുക്ക് അടുത്ത് വെക്കുമ്പോഴേ അറിയുന്നുള്ളൂ. ഇങ്ങനെ വെക്കാൻ ജസ്റ്റ് നമ്മളിപ്പോ ഒന്ന് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ഉള്ളിൽ ടച്ച് ചെയ്യുമ്പോൾ പറയാൻ നല്ല കൂളായിട്ടുണ്ട്. നമ്മള് അയൺ ബോക്സ് ഒക്കെ പെട്ടെന്ന് ചൂടാകുമ്പോൾ കൈകൊള്ളില്ല, അതുപോലെ ഇത് പെട്ടെന്ന് നല്ല ഐസ് ആയിട്ടുണ്ട്, പെട്ടെന്ന് കൂളാവുന്നുണ്ട്. ഫാൻ നമ്മൾ ഓണാണ് നമ്മുടെ, അതുകൊണ്ട് തന്നെ ഇത് കൂളായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇപ്പോൾ എല്ലാ ഭാഗത്തും തണുപ്പുണ്ട്. അപ്പൊ ഇച്ചിരി കൂളിങ് കൂടുതലായി വരുന്നുണ്ട്. ഫാന് കറങ്ങുന്നത് അറിയുന്നേ ഇല്ല. ഫാന് കുറച്ച് ഇപ്പുറത്താണെങ്കിൽ കുറച്ച് തണുപ്പ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയേനെ, കാരണം ഇത് ഫോണിനാണല്ലോ തണുപ്പ് വരുന്നത്. ഇനി നമുക്കിത് ഫോണിലൊക്കെ വെച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ മേടിച്ചുള്ള സ്പിൻബോട്ടിന്റെ മൊബൈൽ കൂളർ എന്തായാലും പറഞ്ഞേ പറ്റൂ, കാരണം അടിപൊളി സാധനമാണ്. ഹീറ്റ് ആവുന്നേ ഇല്ല. അതുപോലെ തന്നെ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഫോൺ ഹീറ്റ് ഇപ്പൊ നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫോണൊന്നും ഹീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ FPS ഒന്നും നമുക്ക് ഡ്രോപ്പ് ആവുകയില്ല, കൂടുതലും ഹാങ് ആവുകയൊക്കെ ചെയ്യും. ഇതിപ്പോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എടുത്തു വെക്കാം, കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. എടുത്തു വെക്കാൻ അവർ നല്ലൊരു ബോക്സ് തന്നിട്ടുണ്ട്, അത്യാവശ്യം സ്ട്രോങ്ങും ആണ്. നമുക്ക് അടുത്തൊരു ബോക്സ് ഉണ്ട്, അതെന്താ നോക്കിയല്ലോ. ഇതാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് ഓപ്പൺ ചെയ്യാവുന്ന ബോക്സ്. അതും സ്പിൻബോട്ടിന് തന്നെയാണ്. 2 ഐറ്റംസ് അതിന്റെ അകത്തുള്ളത്. എന്തൊക്കെയാണ് ട്രിഗറും അതുപോലെ ഫിംഗർ സ്ലീവാ വരുന്നത്. മെയിൻലി ഗെയിമേഴ്സിനാണ് ഇത് ആവശ്യമുള്ളത്. അതേപോലെ ഇതിന് ബൈക്കിന്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്ന പോലെ ഒരാഴ്ച കൊടുത്തിരിക്കുന്നത്. സൂപ്പറായിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് ആ ട്രിഗർ, അടിപൊളി സാധനമാണ്. കളറും അവർ അതേപോലെ സ്പിൻബോട്ടിന് അതേ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോയിലോ കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുമ്പോൾ തന്നെ. താഴെയുള്ള ഇതാണ് നമ്മുടെ ഫോണിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് സ്പിൻബോട്ടിന് തന്നെയാണ് ട്രിഗർ. അതുപോലെ എസ്പെഷ്യലി മറ്റേത് പറയണം,
മൊബൈൽ കൂളർ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഇതും വന്നിരിക്കുന്നത്. ചെറിയൊരു സാധനം വേണ്ടി കാണണ്ട, ഗെയിം കളിക്കാൻ അടിപൊളി സാധനമാണ്. ഇതിന് തന്നെ സ്പിൻ ബോട്ടിന് തന്നെ അടുത്ത ഐറ്റം വന്ന ഫിംഗർ സ്ലീവ് ആണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി കളിക്കുമ്പോൾ കൈയിന്റെ ഫിംഗേഴ്സ് ഒക്കെ നന്നായി വേർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിട്ട് കളിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കളിക്കാൻ സ്പീഡിനും വേർപ്പൊന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഇങ്ങനെ പാക്കിങ് വന്നിരിക്കുന്നത്, നല്ലൊരു കുഞ്ഞു ബാറ്ററി ഒക്കെ പോലെ വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ല രസമുണ്ട്. ഓ, ഇത് ക്യൂട്ടായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവരിതാ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്ത് സ്റ്റീലിന്റെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെയുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മെയിൻലി ഗെയിം കളിക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കളിക്കുന്നതിന്റെ സൗകര്യം പോലെ ഇപ്പൊ ഈ ഫിംഗർ തമ്പിൽ തന്നെ ഇടുന്നില്ല, ഏത് ഫിംഗേഴ്സിന് വേണമെങ്കിൽ ഇടാം. പിന്നെ ബോക്സിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. അവർ അടിപൊളിയായിട്ട് എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോക്സിന്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചെറിയൊരു സ്ലീവിന് പോലെ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. മെയിൻലി ഗെയിമിനെ ഫോക്കസ് ചെയ്യുന്നവർക്കാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. സ്പിൻ ബോട്ടിന്റെ ഐറ്റംസ് ഒക്കെ സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ആ ഫസ്റ്റ് നമ്മൾ മൊബൈൽ കൂളർ യൂസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഗെയിം കളിച്ചപ്പോൾ ഫോണിന് ഹീറ്റേ ആവുന്നില്ല. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കോളൂ. ഇതിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ 1300 ആ റേഞ്ചൊക്കെ വരുള്ളൂ സ്പിൻ ബോട്ടിന്റെ സാധനം. ഇതിലും കുറവുണ്ട്. അതുപോലെ തന്നെ നല്ല റേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ 10,000 റേഞ്ച് വരുന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഗെയിം കളിക്കുമ്പോൾ ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കാനുള്ളതാ. പേഴ്സണലി ഗെയിം കളിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. എന്റെ ഫ്രണ്ട്സിനും ഗെയിം കളിക്കുന്ന ഫ്രണ്ട്സിനാണെങ്കിലും അവരെല്ലാവരും ഈ സ്പിൻ ബോട്ടിന്റെ ഐറ്റംസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇതുവരെയായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നല്ലൊരു ഐറ്റം ആണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ. അപ്പൊ ഒരു ഗെയിം കളിച്ചിട്ട് വരാം. ബൈ.